ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോണേ TP-Linkൻ്റെ ഒരു മിനി വയർലെസ് അഡാപ്റ്ററാണ്. ഇതൊരു വൈഫൈ അഡാപ്റ്ററാണ്. നമുക്ക് PC-യിലും ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു വൈഫൈ അഡാപ്റ്ററാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോണേ. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് TLWN823N എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് 300 Mbps സ്പീഡ്. അതുപോലെ USB 2.0 ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ WPSൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് പെയർ ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇത് സപ്പോർട്ട് ചെയ്യണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ എല്ലാ വേർഷനും ലേറ്റസ്റ്റ് വേർഷനായി 11 തൊട്ട് നമുക്ക് പുറകോട്ടുള്ള എല്ലാ വേർഷനും സപ്പോർട്ട് ചെയ്യും. അതുപോലെ ലിനക്സിൻ്റെ എല്ലാം സപ്പോർട്ട് ചെയ്യും, മാക്കിൽ സപ്പോർട്ട് ചെയ്യും. എല്ലാത്തിലും ഞാൻ സപ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കിയില്ല. മാക്കിലും വിൻഡോസിലും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വിൻഡോസ് 11 മിക്ക ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ചില സമയത്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ നിർബന്ധമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് WPS ബട്ടൻ്റെയൊക്കെ WPS ബട്ടൺ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഡ്രൈവർ വേണം. അപ്പം അത് നിങ്ങൾക്ക് ഈ CD കിട്ടുന്നതാണ്. ഈ CD ഡ്രൈവ് ഇല്ലാത്തവർക്ക് ഞാൻ ലാസ്റ്റ് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ CD ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ മാനുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യെങ്കിൽ മാനുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. ഇത് വളരെ ചെറിയൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ ചെറിയ വിരലിൻ്റെ അത്രയും വലിപ്പം മാത്രമേ ഇതിനുള്ളൂ. ആ ഒരു സെയിം സൈസ് തന്നെ വരുന്നുണ്ടോയെന്ന് വെച്ചാൽ അതിലും ചെറുതാണ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ ചില അതൊക്കെ നല്ല സൈസ് വരാനുണ്ട്. നമുക്ക് അത് കുത്തിക്കഴിഞ്ഞാൽ വേറെ പോർട്ടൊന്നും കുത്താൻ പറ്റില്ല. ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് കേട്ടോ. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അത് നല്ല പ്ലാസ്റ്റിക് ആയാലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്. WPSൻ്റെ ബട്ടണാണ് ആ കാണുന്നത്. അത് നല്ല സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്യണേ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞു വിരലിൻ്റെ ചെറുതാണ്, എൻ്റെ കൈ ഒന്നാമത് ചെറുതാണ്. അപ്പം അതിലും ചെറിയൊരു സാധനമാണ് ഇത്. തീരെ ചെറുതാണ്. എന്നാൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. റേഞ്ച് ഇഷ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്കിംഗ് ചെയ്യാം. അതുപോലെ ക്യാപ്പായാലും ഇത് ഗോൾഡൻ പ്ലേറ്റഡ് ചെയ്തിട്ടില്ല. കാരണം ഈ വിലയിൽ ഗോൾഡൻ പ്ലേറ്റ് ചിലവ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഗോൾഡൻ പ്ലേറ്റഡ് ചെയ്തിട്ടില്ലെന്ന് മാത്രമാണ് ഞാൻ മെയിനായിട്ട് പറയുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടില്ല. അതാണെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് റസ്റ്റ് ഒന്നും കയറാതെ കുറച്ചുകൂടെ നല്ലതാണ്. ഈ വിലയിൽ അവർ നമുക്ക് അത് ആ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. TP-Linkൻ്റെ മിക്ക സാധനത്തിലും അവർ കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയുകയാണ്. അത് അവരുടെ സൈഡിൽ നിന്ന് അവർ ചെയ്തു തരേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം ലോക്കൽ സാധനത്തെ പോലും ഇപ്പോൾ ചില മിക്ക കമ്പനികളും ഈ ഗോൾഡ് പ്ലേറ്റഡ് ചെയ്യുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ആയാലും നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് കൂടുതൽ വാങ്ങാൻ ശ്രമിക്കുക. ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രോഡക്റ്റ് വളരെ ചെറുതാണ്. സാധനം നല്ല ക്വാളിറ്റി ഉണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് പറയേണ്ട ഹൈലൈറ്റ്. ഇതാണ്ട് ഒരു ഗെയിമിങ് ഞാൻ പറയുകയാണെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊന്നും ലാഗോ ലേറ്റൻസി ഇഷ്യൂ അങ്ങനെയൊന്നും വരുന്നില്ല. പിന്നെ മോഡ് ഒരുപാട് ദൂരെയാണെങ്കിൽ ഇച്ചിരി റേഞ്ച് ഇഷ്യൂ ഉണ്ട്. കാരണം അതിന് ഏരിയയിലില്ല. പിന്നെ ഇതിനൊരു ഗ്രീൻ കളർ LED വരുന്നുണ്ട് ഇത് ഓൺ ആവുന്ന സമയത്ത്. പിന്നെ നമ്മുടെ CPUൻ്റെ ബാക്കിൽ കുത്തുമ്പോഴായാലും നമുക്ക് വേറെ USB പോർട്ടൊന്നും കുത്താൻ പറ്റാത്ത ഇഷ്യൂ ഒന്നും വരുന്നില്ല. ഇത് കുത്തിക്കൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വേറെ USB പോർട്ട് കുത്താം. അപ്പോൾ അങ്ങനെ ഒരു മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ USB 2.0 തന്നെ ധാരാളം മതി ഇതിന്. കാരണം ഇത് വൈഫൈ അഡാപ്റ്ററാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ കൂടി വെർഷൻ എടുക്കണം. അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ നല്ല സ്ലോ ഉണ്ട്. കാരണം അതിനുള്ളൊരു ഫീച്ചേഴ്സ് ഇതിന് കൊടുക്കുന്നില്ല. എനിക്കിപ്പോൾ ഓൾറെഡി കമ്പ്യൂട്ടറിൽ ഒരു വൈഫൈ അഡാപ്റ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുത്തും പറയാം വൈഫൈൻ്റെ പുതിയൊരു ഡിവൈസിൻ്റെ അകത്ത് വരും. അപ്പോൾ ആ ഡിവൈസ് ഞാൻ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡ്രൈവർ എങ്ങനെ എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഡിവൈസിൽ നിന്നാട്ടോ നെറ്റ് ഉപയോഗിക്കണേ. അപ്പം അത്യാവശ്യം നല്ല സ്പീഡാണ്. നെറ്റൊക്കെ യൂസ് ചെയ്യാൻ നല്ല സ്പീഡുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇവരുടെ TP-Link ഡ്രൈവർ നിങ്ങൾ അടിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും അടിക്കേണ്ട. അപ്പം തന്നെ അവരുടെ പേജ് വരും. ആ പേജിൽ നിന്ന് നിങ്ങളുടെ മോഡൽ സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പം ഇതിൻ്റെ അടിയിൽ എല്ലാ മോഡലും ഉണ്ട്. TP-Linkൻ്റെ ഫുൾ മോഡം, ഇവരുടെ എല്ലാ മോഡം വൈഫൈ ഡിവൈസുകളുടെ ഫുൾ ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ മോഡൽ എടുത്തിട്ട് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പം സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. സാധനം നല്ല TP-Linkൻ്റെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. മോഡം ഇതുപോലത്തെ റൗട്ടറിൽ ഏറ്റവും ബെസ്റ്റ് കമ്പനി TP-Link ആണ് ഞാൻ പറയുകയാണെങ്കിൽ. പിന്നെ ഇവരുടെ സോഫ്റ്റ്വെയർ സൈഡിലായാലും വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടനെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.